ഇപ്പോൾ ഈ ചൂരൽമലയുടെ പാലം ഒലിച്ചുപോയ ആ പുഴ കടക്കാൻ NDRF സംഘം ശ്രമം നടത്തുന്നതായി അഭിജിത്ത് മുഴക്കുന്നു അവിടെ നിന്ന് അറിയിക്കുന്നു. വടം ഉപയോഗിച്ച് പുഴ മറികടക്കാനാണ് അവരിപ്പോൾ ശ്രമിക്കുന്നത്. പുഴയിലെ കുത്തൊഴുക്ക് പക്ഷേ NDRFന് വലിയ വെല്ലുവിളി ഉയർത്തുന്നെന്നും വാർത്ത. നൂറുദ്ദീൻ ചൂരൽമല നിന്ന് നമുക്കൊപ്പം ചേരുന്നു. നൂറുദ്ദീൻ അവിടെ നിന്നുള്ള പഞ്ചായത്ത് അംഗമാണ്. നേരത്തെ നൂറുദ്ദീൻ നമ്മോട് സംസാരിച്ചിരുന്നു. നൂറുദ്ദീൻ, അവിടുത്തെ സാഹചര്യത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? സാറേ, അവിടെ സ്റ്റാർട്ടിങ്ങിൽ അവിടെ എല്ലാവരും വന്ന് NDRFന്റെ ആളുകളൊക്കെ വന്ന് അതിന്റെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ കുടുങ്ങി കിടക്കുന്ന 200 പേരും പിന്നെ ഇവിടെ മരിച്ചു കിടക്കുന്ന ആളുകൾ പരിക്കേറ്റ കിടന്നിട്ട് രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് ഇതുവരെ ആർക്കും എത്താൻ പറ്റിയിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. താങ്കളിപ്പോൾ ട്രീവാലി റിസോർട്ടിലാണ് ഉള്ളത്. 100 സ്ത്രീകളും 100 ആണുങ്ങളും ഞാനുമായിട്ട് ഇവിടെ കുടുങ്ങി കിടക്കാണ്. താങ്കളിപ്പോൾ ട്രീവാലി റിസോർട്ടിലാണ് ഉള്ളത്, മുണ്ടക്കയിലെ. അതെ സാറേ, അതെ സാറേ അത്രയും പെട്ടെന്ന് സാറേ ശ്രീകണ്ഠ സാറല്ലേ? അതെ ശ്രീകണ്ഠനാരാണ്. അപ്പം അല്ല, പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യും. നൂറുദ്ദീൻ, നിങ്ങൾക്കറിയുന്നത് പോലെ ഈ അവിടെ എത്തിച്ചേരാൻ നമ്മുടെ സൈന്യത്തിന് കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മേപ്പാടിയിൽ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ഒരു സാഹചര്യം, കാലാവസ്ഥയിലെ ഒരു തെളിച്ചം ഇപ്പോൾ കാണുന്നുണ്ട്. മഴ മാറി നിൽക്കുന്നു, ചെറിയ കാറ്റും കുറവുണ്ട്. എന്തായാലും ഒരു പൈലറ്റിന് ഈ പ്രദേശം കാണാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നാണ് ഈ ഹെലികോപ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്ന വിദഗ്ധന്മാർ നമ്മോട് പറയുന്നത്. എന്തായാലും നൂറുദ്ദീൻ, ധൈര്യമായിട്ടിരിക്കുക. ഈ ക്രൈസിസ് സമയത്ത് നമുക്ക് ഏറ്റവും വേണ്ടത് ആത്മവിശ്വാസമാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. നൂറുദ്ദീൻ, ട്രീവാലിയിൽ തന്നെ തുടരുക. എന്തായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പരിക്ക് പറ്റി വീട്ടിൻ്റെ ഉള്ളിൽ കിടന്ന് കരയുന്നവരുണ്ട് സാർ. അവരെ രക്ഷപ്പെടുത്താൻ കുറച്ച് ആയുധങ്ങളായിട്ട് വരാൻ പറയും സാറേ. ഞാനത് പറഞ്ഞു. നൂറുദ്ദീൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. യഥാർത്ഥത്തിൽ ഈ പുഴ കടന്ന് കയറുവാൻ സാധ്യത കുറവാണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇതാരെങ്കിലും ഈ സംപ്രേഷണം കേൾക്കുന്നുവെങ്കിൽ ഈ മതിൽ പൊട്ടിച്ചോ അല്ലെങ്കിൽ വീടിൻ്റെ മേൽക്കൂര തകർത്തോ ഈ വീട്ടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആയുധങ്ങളുമായിട്ട് എത്താൻ പറ്റുന്ന ആളുകൾക്ക് കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ. നൂറുദ്ദീൻ, മറ്റുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടെന്നല്ലേ നൂറുദ്ദീൻ പറഞ്ഞത്? അതെ സാറേ, ഒരു 250 ആളുണ്ട് എൻ്റെ കൂടെ. ഈ റിസോർട്ടിൽ ആയുധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാറേ, ഇവിടെ ആയുധങ്ങളൊന്നും ഇല്ല സാറേ. ഈ മറ്റുള്ള റിസോർട്ടുകളിലും ഇതേ അവസ്ഥയാണോ? മറ്റുള്ള റിസോർട്ടുകളും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കാം. എത്ര അകലത്തിൽ വേറെ റിസോർട്ടിൽ ആളുകൾ ഇതുപോലെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്? വേറെ ഒരു 2 കിലോമീറ്റർ അകലത്തിൽ റിസോർട്ടുകളിൽ ആള് നിൽക്കുന്നുണ്ട്. അവിടെ ഉള്ള ആൾക്കാരുമായിട്ട് നൂറുദ്ദീന് സംസാരിക്കാൻ പറ്റിയോ? സംസാരിക്കുന്നുണ്ട് സാർ. പക്ഷെ അവർക്ക് ആർക്കും ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയുന്നില്ല. അല്ല, അവര് കുറച്ചുകൂടെ സേഫ് ആണോ? അവര് സേഫാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഈ അട്ടമലയിൽ നിന്നുള്ള എന്തെങ്കിലും വിവരം താങ്കൾ കിട്ടിയോ? ഇല്ല സാർ, അട്ടമല കുഴപ്പമൊന്നുമില്ല. അവിടെ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മുണ്ടകയിലെ ഈ ട്രീവാലി റിസോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, അല്ലേ നൂറുദ്ദീൻ? അതെ, ഒരു 250 ആള് മൊത്തത്തിൽ. അവിടെ വിദേശത്ത് നിന്ന് വന്ന ടൂറിസ്റ്റുകളുണ്ടോ ഇതിൽ? എങ്ങനെ സാറേ? വിദേശത്ത് നിന്ന് വന്ന ടൂറിസ്റ്റുകളുണ്ടോ ഇതിൽ? ഇല്ല, ആരുമില്ല. ടൂറിസ്റ്റുകൾ ആരുമില്ല. ഓക്കെ. നൂറുദ്ദീൻ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താങ്കളെ ബന്ധപ്പെടാം. നൂറുദ്ദീൻ പറഞ്ഞ കാര്യം കേട്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി പണി ആയുധങ്ങളുമായി ആരെങ്കിലുമൊക്കെ എത്തിച്ചേരണം എന്നാണ് നൂറുദ്ദീൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ പുഴ കടന്നു കയറുക, കുത്തിയൊഴുകുന്ന ഈ പുഴ കടന്നു കയറുക അത്ര എളുപ്പമല്ല. പുഴയ്ക്ക് മുകളിലുണ്ടായിരുന്ന പാലം പൂർണ്ണമായും ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അപകടകരമായ വാർത്ത. ഈ പുഴ കടക്കാൻ അല്പം മുമ്പ് NDRF ശ്രമിച്ചിരുന്നു. വടം ഉപയോഗിച്ച് ഈ പുഴ മറികടന്ന് പോകാനാണ് അവർ ശ്രമം നടത്തിയത്. പക്ഷേ പുഴയിലെ ഒഴുക്ക് വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. ഇപ്പോൾ അവിടെ മഴ ചെറുതായി മാറി നിൽക്കുന്നു. ഈ ട്രീവാലി റിസോർട്ട്, മുണ്ടകയിലെ ഈ റിസോർട്ട് പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്നാണ് അവിടെ നിന്ന് നൂറുദ്ദീൻ നമ്മോട് പറയുന്നത്. 250ഓളം ആളുകളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. എങ്ങനെയെങ്കിലും വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ, പാറക്കൂട്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയ വീടിനുള്ളിലേക്ക് പാറക്കൂട്ടങ്ങൾ ഇരച്ചെത്തിയപ്പോൾ അവിടെ കുടുങ്ങിപ്പോയ നൂറുകണക്കിന് ആളുകളുണ്ട്. ഈ ആളുകളെ രക്ഷപ്പെടുത്തണമെന്നാണ് നൂറുദ്ദീൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. വീടിൻ്റെ മതിലുകൾ വെട്ടിപ്പൊളിക്കാനോ മേൽക്കൂരകൾ തകർത്തവരെ രക്ഷപ്പെടുത്താനോ ഒന്നും ആയുധങ്ങളില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് അദ്ദേഹം നൂറുദ്ദീൻ പറയുകയുണ്ടായി. കഴിയാൻ പറ്റുമെങ്കിൽ ആയുധങ്ങളുമായി എത്താൻ കഴിയുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവിടേക്ക് എത്തണം, ഈ ട്രീവാലി റിസോർട്ടിലേക്ക് എത്തണം. അതുപോലെ അടുത്തുള്ള വീടുകളിലേക്കും എത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ട്രീവാലി റിസോർട്ടിൽ മാത്രം 250ഓളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള നടുക്കുന്ന വാർത്തയാണ് നൂറുദ്ദീൻ നമ്മളോട് പങ്കുവച്ചത്. എല്ലാവിധമായ സഹായങ്ങളും തേടുന്നു. വീട്ടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം, നിരവധി ആളുകൾ ഒറ്റപ്പെട്ടുപോയി എന്നുള്ള വാർത്തകൾ കൂടി ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്ന് വരുന്നു.